ഹലോ ഗൈസ്, ഈ ഒരു വീഡിയോ എന്റെ ബ്രദറിന്റെ കല്യാണ വീഡിയോ ആണ്. നോർമൽ സംസാരിച്ച് എനിക്ക് ഈ വ്ളോഗ് ഒന്നും എടുക്കാൻ പറ്റില്ല. അന്ന് ഫുൾ തിരക്കുള്ള ദിവസമല്ല. ഓഡിറ്റോറിയത്തിൽ എത്തി പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് ഉച്ചക്കാകുമ്പോഴത്തേനും കുറെ ഫ്രണ്ട്സുകളൊക്കെ വരാൻ തുടങ്ങി. എല്ലാവരും എനിക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. വീഡിയോ എടുക്കാനാണെങ്കിൽ എനിക്ക് തീരെ ഓർമ്മ ഉണ്ടായിട്ട് സ്റ്റേജിന്റെ അവിടെ ഓരോരുത്തർ ഫാമിലി പിക്ക് ഒക്കെ എടുത്തു. പിന്നെ അതിന് ശേഷം പോയി ഫുഡ് കഴിച്ചു. ചെറിയ ചെറിയ ക്ലിപ്പുകളൊക്കെ എങ്ങനെയൊക്കെ കിട്ടിയതാണ് കേട്ടോ. അങ്ങനെ പിന്നെ അടുത്ത് കുറെ ഫ്രണ്ട്സുകളൊക്കെ വന്നു, ഫുഡ് എടുത്തു. അവർക്ക് ഫുഡ് എടുക്കലും പിന്നെ ഓരോ കൂടെ ഫോട്ടോ എടുക്കലും അതൊക്കെ കഴിഞ്ഞ് പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ വൈകുന്നേരമായി നമ്മൾ പെണ്ണിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് പോവാണ്. ഓരോ കല്യാണം ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഇതിന്റെ അളിയനും എന്റെ താത്താരെ കുട്ടികൾ എല്ലാവരും പാടിയാണ് കേട്ടോ. അങ്ങനെ ഓഡിറ്റോറിയത്തിലെത്തി. പിന്നെ എന്റെ കാക്കന്റെ കൂടെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടായിരുന്നു. പിന്നെ ഫോട്ടോഗ്രാഫറും അവിടുത്തെ ആൾക്കാരും പിന്നെ ചെക്കന്റെ കൂടെ വന്ന ആൾക്കാരും ഒക്കെ കൂടെ കൂട്ടത്തോടെ നിന്ന് ചെക്കനെ സ്വീകരിക്കും. കല്യാണത്തിന് അന്നല്ലേ കാക്കാൻ എങ്ങനെയൊക്കെ എല്ലാവരും നോക്കും. എല്ലാ ദിവസം ഇപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കും. പിന്നെ ഈ ഒരു റിംഗ് നമ്മൾ കല്യാണത്തിന് കുറച്ച് നേരം മുന്നേ നിക്കാഹൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. പിന്നെ ഒരു ഗിഫ്റ്റ് ആയിട്ടൊരു റിംഗും കൂടി കൊടുത്തത് മാത്രം. പൊതുവെ നമ്മൾ ഈ ഒരു ഭാഗത്ത് അങ്ങനെ കൊടുക്കാറൊക്കെ ഉണ്ട്. ഈ വൈറ്റ് ഡ്രസ്സ് ഓരോ വീട്ടിൽ നിന്നുള്ള ഡ്രസ്സാണ് കേട്ടോ. പിന്നെ നമ്മൾ മാറ്റി ഒരുക്കി നമ്മൾ കൊണ്ടുപോയ ഡ്രസ്സാണ് കേട്ടോ. ഇതിനുള്ള ഡ്രസ്സിന് എന്ത് റേറ്റ് ആണ് അതേപോലെ തന്നെ ഇതിന്റെ വെയിറ്റ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആ സമയത്ത് തന്നെ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. സംസാരിക്കാത്തതുകൊണ്ട് ഞാനൊരു മ്യൂസിക് വെച്ചിട്ടാണ് ഈ വീഡിയോ ഇട്ടിരുന്നത്. പക്ഷെ ഇപ്പൊ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് നമ്മുടെ വീഡിയോ കോപ്പിറൈറ്റ് വന്നത്. അങ്ങനെ ഞാൻ ഡിലീറ്റ് ആക്കി ഒന്നിങ്ങനെ സംസാരിച്ച് വ്ളോഗ് ഇടാന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ഒരു മെമ്മറീസ് അല്ലേ. സത്യം പറഞ്ഞാൽ ഈ കല്യാണ സമയത്തൊന്നും നമുക്ക് വ്ളോഗ് എടുത്ത് നടക്കാൻ പറ്റൂല. ഭയങ്കര തിരക്കുള്ള സമയം. പെണ്ണിന്റെ വീട്ടിൽ പോയിട്ടാണ് എനിക്ക് ഇന്നാലും കുറെ വീഡിയോസ് ഒക്കെ എടുക്കാം. അങ്ങനെ നിക്കാഹൊക്കെ കഴിഞ്ഞാൽ മഹറൊക്കെ പെണ്ണിന് അണിയിച്ചെടുത്ത് സംഭവമൊക്കെ ഒന്ന് സെറ്റ് ആക്കി. ഞാനാണെങ്കിൽ എന്റെ ഡ്രസ്സ് പോലും അന്ന് വീഡിയോ എടുത്തിട്ടില്ല. ചെറിയ രീതിക്കൊക്കെ എന്റെ ഡ്രസ്സ് കാണുന്നുണ്ട്. ആ സ്റ്റേജിൽ നിൽക്കുന്ന എന്റെ താത്തയും പിന്നെ ഷഹന എന്ന് പറഞ്ഞാൽ എന്റെ കാക്കന്റെ വൈഫാണ്. ഷഹനാന്റെ ഉപ്പൊക്കെയാണ് കേട്ടോ. പിന്നെ റിംഗ് ഒക്കെ ഇട്ടെടുത്തു. പിന്നെ അതിന് ശേഷം കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. അതിന് ശേഷമാണ് പ്രധാന ചടങ്ങ്. മണവാട്ടിനെ നമ്മള് വീട്ടിൽ കൊണ്ടുപോകുമ്പോൾ അപ്പൊ ഒരു പ്രത്യേക ഒരു സിറ്റുവേഷൻ ആണല്ലോ. എല്ലാവരോടും സമ്മതമൊക്കെ ചോദിച്ച് എല്ലാവരെയും സന്തോഷിപ്പിച്ച് സങ്കടപ്പെടുത്തിയൊക്കെ പോണ ടൈമാണ് കേട്ടോ. ഇതാണ് എന്റെ ഡ്രസ്സ്. ഞാനിത് പറഞ്ഞെടുപ്പിച്ച വീഡിയോ ആണ് കേട്ടോ. എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് കൊടുക്കട്ടെ വിചാരിച്ചു. ആ ഒരു വീഡിയോ മാത്രമേ ഞാൻ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുള്ളൂ കേട്ടോ. ഇതൊക്കെ ഞാൻ എടുത്ത വീഡിയോ ആണ്. ഞാൻ വീഡിയോ എടുത്തോണ്ട് എന്തായി, ഇതൊക്കെ ഒരു ഓർമ്മക്കായി സത്യം പറയുകയാണെങ്കിൽ. ഈ ഒരു ടൈമിൽ ശരിക്കും പറയുകയാണെങ്കിൽ മണവാട്ടിന്റെ അടുത്ത് നിൽക്കണവരും എല്ലാവരും കരഞ്ഞൊരു സമയം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ നമ്മൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിട്ടോ. ഓഡിറ്റോറിയത്തിലെത്തിയപ്പോൾ ഉമ്മക്ക് വെയിറ്റ് ആക്കി നിൽക്കണം കേട്ടോ. പെണ്ണിനെ കൈ പിടിച്ച് കയറ്റാനായിട്ട്. നമ്മൾ ഓഡിറ്റോറിയത്തിൽ മാത്രമല്ല വീട്ടിലും ഇങ്ങനെ തന്നെയാണ് ചെയ്യുക. എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. കാറിൽ നിന്നൊക്കെ ഇറക്കുമ്പോൾ നല്ല സ്ലോ മോഷൻ ആയിട്ടാവും ഇറക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറമാൻ നമ്മളെ പിന്നാലെ ഉണ്ടാകുമ്പോൾ ഫുൾ ഫോട്ടോ എടുക്കലാണല്ലോ. നമ്മൾ ഓരോ ചലനത്തിലും ഒരു ഫോട്ടോ എടുത്തോണ്ട് കൈ പിടിച്ച് കയറ്റി അവർക്കുള്ള ഫുഡ് കൊടുത്തു. പെണ്ണിന്റെ കൂടെ കുറച്ച് ആൾക്കാരൊക്കെ വരുമല്ലോ. അങ്ങനെ ഫുഡൊക്കെ കൊടുത്തു. എല്ലാവരും ഹാപ്പി ആയി. അവിടെ നിന്നും കുറേ ഫോട്ടോ എടുത്തു. പരിപാടിയൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിക്കൊക്കെ കഴിഞ്ഞു. കല്യാണ ഫോട്ടോസൊക്കെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മറക്കാനാവാത്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വ്ളോഗ് എടുത്തത്. ഇതിപ്പോൾ ഓർക്കും ഒരു ഓർമ്മയായി, നമുക്കും ഓർമ്മയായി, എല്ലാവർക്കും ഇതൊരു ഓർമ്മ. പിന്നെ ആരൊക്കെ പോയാലും നമ്മൾ ക്യാമറമാൻ പോകില്ലല്ലോ. ക്യാമറമാൻ നമ്മൾ ഓരോ ചലനം ഓരിങ്ങനെ സൂക്ഷിച്ച് നിൽക്കുക. നമ്മൾ ചിരി, നമ്മുടെ കരച്ചിൽ, നമ്മുടെ ഓരോ ചലനങ്ങൾ. അങ്ങനെ പിന്നെയും കുറേ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അവസാനം ഓളെ ഫ്രണ്ട്സുകളൊക്കെ വന്നു. ഓളെ കെട്ടിപ്പിടിച്ച് കരങ്ങി അങ്ങനെയൊക്കെ ആയി. പിന്നെ ഇത് ഷാനൻ്റെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ. പിന്നെ ഓള് വന്ന് അങ്ങനെ കുറച്ച് കരച്ചിലും പിരിച്ചിലൊക്കെ ആയി. അതും കഴിഞ്ഞ അവസാനം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീഡിയോ അത്ര വലിയ ക്ലാരിറ്റി ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ക്ലിയർ ഇല്ലാത്ത ഫോണിലാണ് വീഡിയോസൊക്കെ എടുക്കുന്നത്. അതും സ്റ്റോറേജിന്റെ പ്രശ്നമായിട്ട് ഞാൻ അങ്ങനെയൊക്കെയാണ് ഇതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ പെങ്ങൾ എന്ന നിലക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുത്തെന്നുള്ളൂ ഈ ഒരു വീഡിയോ. എത്ര കാലം കഴിഞ്ഞാൽ യൂട്യൂബ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ ഒരു മെമ്മറീസ് ഒക്കെ കാണുമ്പോൾ പ്രത്യേക രസമല്ലേ. അങ്ങനെ കല്യാണ ദിവസം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ അവസാനം നമ്മളെ വീട്ടിലൊക്കെ എത്തി. ഉമ്മയുടെ സെറ്റായി നിൽക്കുന്നുണ്ട് കൈ പിടിച്ച് കയറ്റാനായിട്ട്. വെഡിങ് ഡ്രസ്സ് കൊണ്ടൊന്നും ഒറ്റ കിടക്കാൻ പറ്റില്ല. ആരെങ്കിലുമൊക്കെ ഒരാളൊന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കണം. അൽഹംദുലില്ലാ നമ്മളെ കല്യാണമൊക്കെ കഴിഞ്ഞു. നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അന്നത്തെ കുറച്ച് ഫോട്ടോസ് നമുക്ക് കിട്ടിയിരുന്നു കേട്ടോ. ആ ഫോട്ടോസൊക്കെ ആണ് കേട്ടോ ഇത്. അപ്പത്തുള്ള വീഡിയോ ബൈ സീ യു. ഇതൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും മറക്കരുത്. ബൈ സീ യു.